തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്തയായിരുന്ന വി.കെ. ശശികല രാമനാഥപുരത്ത് നടന്ന പൊതുയോഗത്തിൽ പാർട്ടിയുടെ പതാക ശശികല അനാച്ഛാദനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശികലയ്ക്ക് മത്സരിക്കാനാവില്ലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നും ശശികല പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, ശശികലയുടെ നീക്കം അത് AIDMKയ്ക്ക് തിരിച്ചടിയാണ്, സംശയമില്ല. അവരൊരു പ്രധാനപ്പെട്ട സമുദായത്തിൻ്റെ അംഗം കൂടിയാണ്. ആ സമുദായത്തിലെ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു പോയേക്കാം. എന്താണ് വിവരങ്ങൾ? എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ശശികല പറയുന്നത്? രഞ്ജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ സഖ്യങ്ങൾ തമിഴ്നാട്ടിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി ഇപ്പോൾ വി.കെ. ശശികല രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 30 വർഷക്കാലം മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കൊപ്പം നിഴൽ പോലെ ഉണ്ടായിരുന്ന ആളാണ് ശശികല. മാത്രവുമല്ല, ഇന്നലെ ജയലളിതയുടെ 78ാം പിറന്നാളായിരുന്നു. ആ ദിനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം ശശികല നടത്തിയിരിക്കുന്നത്. ഇന്നലെ രാമനാഥപുരത്തായിരുന്നു ചടങ്ങ്. രാമനാഥപുരം പൊതുവെ അത് തേവർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ്. കാരണം തേവർ സമുദായാംഗമാണ് ശശികല. ശശികലയ്ക്ക് അത്തരത്തിൽ നേരത്തെ ജയലളിത കാലത്ത് രാഷ്ട്രീയത്തിൽ വലിയ ഒരു തേവർ സമുദായത്തിൻ്റെ മുഖമായെന്ന് ശശികലയെ കണ്ടിരുന്നില്ലെങ്കിൽ പോലും ആ സമുദായത്തെ AIDMKയ്ക്കൊപ്പം ജയലളിതയ്ക്കൊപ്പം നിർത്തുന്നതിൽ ശശികല എന്ന നേതാവിൻ്റെ സമുദായം അത് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഇന്നലെ ആ ദിനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നുവെന്ന് ശശികല പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പേരെന്താണ് പാർട്ടിയുടെ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതിൻ്റെ പതാക അവർ അനാച്ഛാദനം ചെയ്തു. ചുവപ്പും വെള്ളയും കറുപ്പും നിറത്തിലുള്ള പതാക. അതിൽ 3 നേതാക്കളുടെ ചിത്രങ്ങളുണ്ട്. ഒന്ന് DMK സ്ഥാപകനായ CN അണ്ണാദുരയുടെയും മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിത്രം അതിനകത്തുണ്ട്. മറ്റൊന്ന് AIDMK സ്ഥാപകനായ MGR, പിന്നീട് ജയലളിത. ഈ 3 നേതാക്കളുടെ ചിത്രങ്ങളാണ് ആ പതാകയിലുള്ളത്. ഒപ്പം കടുത്ത വിമർശനം എടപ്പാടി പളനിസ്വാമിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. അതായത് താൻ ജയിലിലാകുമ്പോൾ പോലും തനിക്കെതിരെ നിരന്തരം വേട്ടയാടാനുള്ള ശ്രമം എടപ്പാടിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ശശികല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശശികല എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാണ്. കാരണം 2017 ജയലളിത മരണം 2016 മരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ആ പാർട്ടിയുടെ നിയന്ത്രണം ശശികലയുടെ കൈവശമായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടുപോയില്ല. 2017 അവർക്ക് ജയിലിൽ പോകേണ്ടി വന്നു. തുടർന്ന് 2021 ഇതേപോലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ശശികല ജയിൽ മോചിതയാകുന്നത്. പക്ഷേ അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് വീണ്ടും രാഷ്ട്രീയത്തിൽ വരും. തമിഴ്നാട്ടിൽ അതൊക്കെ വലിയ ചർച്ചയായിരുന്നു അന്ന്. പക്ഷേ ശശികല പ്രഖ്യാപിച്ച് താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊരു പ്രഖ്യാപനം ശശികല നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന പ്രഖ്യാപനവുമായി ശശികല വരികയാണ്. തീർച്ചയായും എന്താണ് ശശികല ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. തീർച്ചയായും DMK അവരുടെ രാഷ്ട്രീയമായ എതിരാളിയാണ്, അവരുമായി കൈകോർക്കാൻ ഇടയില്ല. പക്ഷേ എടപ്പാടി പളനിസ്വാമിക്കെതിരെയാണ് ഏറ്റവും വലിയ വിമർശനം. അതുകൊണ്ട് തന്നെ ശശികല ആരുടെ വോട്ടുകൾ പിളർത്തും, അല്ലെങ്കിൽ വലിയ സ്വാധീന ശക്തിയാകുമൊക്കെ തന്നെ അടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും TTV ദിനകരൻ അവരുടെ ബന്ധുവാണ്. നേരത്തെ അമ്മ മക്കൾ കക്ഷി എന്ന് പറയുന്ന AMK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചതാണ്. പക്ഷേ ദിനകരനുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ശശികലയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി ശശികല വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 2027 വരെ ശശികലയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. കാരണം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ അതിൻ്റെ കാലയളവ് 2027 വരെയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. ഒപ്പം പുതിയ പാർട്ടിയുടെ പേര് എന്തുകൂടി ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ശശികല കൂടി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുമ്പോൾ, പുതിയ പാർട്ടിയുമായി വരുമ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ NDAയുടെ ഭാഗമാകാൻ തന്നെയായിരിക്കും ശശികലയുടെ നീക്കം, പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ അതിന് എടപ്പാടി പളനിസ്വാമി അനുമതി നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം O. പനീർശെൽവം ഇപ്പോഴും NDAയുടെ ഭാഗമാകാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് തടസ്സം നിൽക്കുന്നത് എടപ്പാടിയാണ്. അപ്പോൾ ശശികലയുടെ കാര്യത്തിൽ എന്തായിരിക്കും NDAയുടെ സമീപനം, അതല്ല ശശികല എന്താണ് ലക്ഷ്യമിടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതാണ് തമിഴ്നാട്ടിൽ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് രൂപം ഉണ്ടാകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പാർട്ടികളും DMKയുമായി അടുക്കുന്നു. ചിലർ പാർട്ടികൾ രൂപീകരിക്കുന്നു. വിജയിയുടെ പാർട്ടി അവിടെ അത് ശക്തമായി നിൽക്കുന്നു. അങ്ങനെ എന്താണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുക വരും ദിവസങ്ങളിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇതിനിടയിലാണ് ശശികല ജയലളിതയുടെ തോഴിയുടെ പുതിയ രാഷ്ട്രീയ പ്രവേശം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.